മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതല്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയതാണെന്നും ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാതൊരു സേവനവും നൽകാതെയാണ് CMRL കമ്പനിയിൽ നിന്നും വീണ വിജയൻ 1.76 കോടി രൂപ കൈപ്പറ്റിയതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതിനു പുറമെ കോടിക്കണക്കിന് രൂപ വീണ വിജയൻ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖകളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ച് തെളിയിക്കാൻ UDF-നും താൽപ്പര്യമില്ല. നിലവിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമാണ് രേഖാമൂലമുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളതെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇരു മുന്നണികൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ അക്രമം കൊണ്ട് അട്ടിമറിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും കെ. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കോടിക്കണക്കിന് രൂപ പിണറായി വിജയന്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ വിശദാംശങ്ങളടക്കം ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് DYFIക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ഇന്നലെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കേരള പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേരള പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയന്റെയും വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ട് പിണറായി വിജയന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുക.